സോമരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടിവേലുവിന് ഒരു 5 അടി ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ലുക്കാണ്. ഈ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മുണ്ടും കുത്തി നിന്നിട്ട് ഫ്രണ്ടിലെ തൂണിൽ പോയി ചാരിയേക്ക് ലുങ്കി ഉടുക്കുള്ളൂ. ലുങ്കി ഉടുക്കണം എന്ന് പറഞ്ഞാൽ ഉടുത്തത് ഇവിടം വരെയൊക്കെ എത്തി കുത്തും, ഷർട്ടും ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ VS വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിൽക്കുക. കലാഭവനിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയതാണ്. അവിടെ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് കലാഭവൻ മണിയാണ്. മണിച്ചേട്ടൻ വന്നിട്ട് നീ എന്തൊട്ടക്കട കാണിക്കണേ ചോദിച്ചു. ഞാൻ പറഞ്ഞ സിനിമാ താരങ്ങളെയാണ് അനുകരിക്കുന്നത്. വെളുപ്പിന് 4 മണിയായപ്പോഴേക്കും സോമരാജ് ഒരു ഒച്ച അങ്ങോട്ട് തുടങ്ങി. പ്രേതം പോകുന്നു പറഞ്ഞ് കടവുണ്ട് അവിടെ. ഞാൻ നോക്കിയപ്പോൾ വെള്ളിട്ടൊരു പെണ്ണ്. ഇനിക്കഥകൾ ഇന്ന് ആലുവയിലാണ്. ആലുവ എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ്. ആലുവയുടെ ഒരു ജിയോഗ്രഫി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിർത്താത്ത ട്രെയിനുകളില്ല. പക്ഷെ ആലുവയ്ക്ക് എന്തോ ഒരു കേടുണ്ട്. ഈ എറണാകുളത്തിൻ്റെയും അങ്കമാലിയുടെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങിപ്പോയ ഒരു സ്ഥലമാണ് ആലുവ എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പക്ഷേ ആലുവ വളരെ മനോഹരമായ സ്ഥലമാണ്. സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ സിറ്റിയാണെന്ന്, പഞ്ചായത്താണോ എന്ന് ചോദിച്ചാൽ പഞ്ചായത്താണ്, വില്ലേജ് ആണോ എന്ന് ചോദിച്ചാൽ വില്ലേജ്. കാരണം എല്ലാ ഭംഗിയും എല്ലാ ആക്സസും ഉള്ളത്. കാരണം എയർപോർട്ടിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആലുവയുടെ ഒരു പഴയ ചരിത്രം പറയുകയാണെങ്കിൽ പൂവമാൻസ് ഊട്ടി എന്നാണ് പറയുന്നത്. കാരണം കാശില്ലാത്തവർ, ഊട്ടി പോകാൻ പറ്റാത്തവരൊക്കെ വന്നിട്ട് വേനൽക്കാലത്തൊക്കെ ടൂർ വരുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോഴും മണപ്പുറമുണ്ട്. മണപ്പുറം സജീവമാവുന്നത് ശിവരാത്രി വരുമ്പോഴാണ്. അപ്പം എൻ്റെയും ഒരു വേനൽക്കാല വസതിയായിരുന്നു. കാരണം ഞാൻ പണ്ട് എറണാകുളത്താണ് പഠിച്ചതും വളർന്നതൊക്കെ. പക്ഷേ വെക്കേഷൻസ് വരുമ്പോൾ ഫാദറിൻ്റെ ഒരു കൂട്ടുകാരൻ ആലുവയിലുള്ളതുകൊണ്ട് ആലുവ പുഴയുടെ അരിയത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ നിൽക്കാറുണ്ട്, അവിടെ പുഴയിൽ കുളിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്ഥലമാണ്. ആലുവയിലൊരു പുരാതന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കേന്ദ്ര സ്ഥലം എന്ന് പറയുന്നത് ആലുവ പാലസാണ്. അവിടെ വരാത്ത മന്ത്രിമാരുണ്ടാവില്ല, സന്ദർശിക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടാവില്ല, സിനിമാക്കാരുണ്ടാവില്ല. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടന്നൊരു സ്ഥലമാണ്. അനിയൻ ബാവ, ചേട്ടൻ ബാവയൊക്കെ നടന്നത് അവിടെയാണ്. അപ്പോൾ ഈ ആലുവ പാലസ് കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ, ആദ്യ കാലഘട്ടത്തിലെ കലാപ്രവർത്തനങ്ങൾ. കാരണം ഈ ഗവൺമെൻറ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിലവിടെ റൂം കിട്ടും, നല്ല റൂമുകളായിരിക്കും. ഞങ്ങൾക്കൊരു കോർണറിലൊക്കെ റൂം തരാറുള്ളൂ. കാരണം ഈ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പ്രധാന റൂമുകൾ കൊടുക്കേണ്ടത് കാരണം നമ്മൾ അവിടെ ഇരിക്കും. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ദിലീപേട്ടൻ്റെ സ്ഥലം. കാസറ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ദിലീപേട്ടൻ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ നാദർഷയ്ക്ക് ഉണ്ടാവാറുണ്ട്, സലീം കുമാർ, കലാഭവനി. അങ്ങനെ ഒരു വസന്തകാലം അവിടെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ കാസറ്റ് വർക്ക് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ ആലുവ പാലസിൽ റൂം എടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുകയും നമ്മൾ അവിടെ പോയി ഇരിക്കുകയും ചെയ്യാറുണ്ട്. ആ ആലുവ പാലസിൽ ഇരുന്നാൽ നേരെ ഓപ്പോസിറ്റ് ശിവരാത്രി മണപ്പുറമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും നടന്നൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ദിലീപേട്ടൻ ആ വഴിയാണ് കടത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കടത്ത് നടത്തി വരുന്നത്. ഈ ആലുവ ക്രോസ് ചെയ്തിട്ടുള്ളൊരു സിനിമയിലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനായിരിക്കും. കാരണം നീന്തൽ പഠിച്ചതിനാണ് അവിടെയാണ്. അപ്പം നീന്തൽ പഠിച്ചതിന് ശേഷം അത് കോഴ്സ് പൂർത്തിയാക്കുന്നത് സജീവ് ആളൂർ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അവിടെ നിന്ന് മണപ്പുറത്ത് നിന്ന് അപ്പുറത്ത് റെയിൽവേ പാലം വരെ നീന്തിച്ച് തിരിച്ചു കൊണ്ടുവരും. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇനി ഏത് കയത്തിലും നീന്തി കയറാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും ബന്ധമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലുവ പാലസിൽ ഒരു കാസ്റ്റ് വർക്ക് വരുമ്പോൾ എന്നെ പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട്. എഴുതാൻ വരുന്നത് ചിലപ്പോൾ വേറെ 2-3 പേരായിരിക്കും. പക്ഷേ നാദർശിക്കെ വിളിച്ചിട്ട് പറയും ആലുവ പാലസിലാണെന്ന് പറയുമ്പോൾ ഞാനൊരു കൂട്ടിരിക്കാനും അവരുടെ കൂടെയൊക്കെ സ്ക്രിപ്റ്റ് ഡിസ്കഷനൊക്കെ പോയിരിക്കാറുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ ഒരു സ്പൂഫ് കാസറ്റിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ നാദർശിക്ക പറഞ്ഞു കോട്ടയം സോമരാജാണ് വരുന്നത്, നീ ഒന്ന് ചെല്ലണം, കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ദിലീപേട്ടൻ്റെ ഇടയ്ക്ക് വന്ന് സന്ദർശിക്കും, ഇവരൊക്കെ വരും, ഒരുമിച്ച് വരും. അങ്ങനെ കോട്ടയം സോമരാജൻ്റെ അടുത്ത് പറഞ്ഞ് ചെമ്മീൻ എന്ന് പറഞ്ഞ CD തൊട്ടടുത്ത് ഉസ്മാനിയ എന്ന് പറഞ്ഞൊരു വീഡിയോ ലൈബ്രറി അവിടെ പോയി എടുത്തു. എന്നിട്ട് ഇത് കണ്ടിട്ട് ശരിക്കും അതിൻ്റെ ഓരോ സീനുകളും പഠിച്ചിട്ട് അതിൻ്റെ സ്പൂഫ്, അതിൻ്റെ പാരഡി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമഡി വേർഷൻ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്തുള്ള ഉസ്മാനിയയിൽ ഞാനാണ് കൊണ്ടുപോകുന്നത്. സോമരാജ് ഉണക്കച്ചെമ്മീൻ എഴുതുന്നതിന് വേണ്ടി ചെമ്മീൻ എന്ന CD എടുക്കാൻ പോയി. അയാൾ ഇത്രയും CD ആയിട്ടാണ് വന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവരാം CD റോട്ടിൽ കൂടി. ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ, വീട്ടിൽ പോയിട്ട് വരുമ്പോൾ, ഞാനത് ബൈക്കാണ് വരുമ്പോൾ ഇത്രയും CD എന്താണെന്ന് നോക്കിയപ്പോൾ പുള്ളി സുഖവാസമാണ്. ഇവിടെ ഇരുന്നപ്പോൾ വേറെ സിനിമകളൊക്കെ കണ്ട, പുള്ളി വർക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ വരും. പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോബിയാസ് ഉണ്ട്, ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല പുള്ളിക്ക്. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ ഒരുമിച്ച് കയറുകയാണെങ്കിൽ, ഞാൻ പിന്നീടാണ് അത് പിടിച്ചത്, ഞാൻ കയറി കഴിയുമ്പോഴേക്കും ലിഫ്റ്റ് അടയും, പുള്ളിനെ കാണൂല. പിന്നെ തുറന്നു വരുമ്പോഴേക്കും പുള്ളി സ്റ്റെപ്പ് കയറി തുടങ്ങിയിട്ട് 10 നിലയാണെങ്കിൽ പുള്ളി നടന്ന് കയറുള്ളൂ. ഫ്ലൈറ്റിൽ പോകാറില്ല പുള്ളി. ഒരു വിദേശ പരിപാടിക്ക് ഞാൻ എൻ്റെ അറിവിൽ പോയിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, പുള്ളി ഇങ്ങനെ ഒഴിഞ്ഞു മാറും. ഞങ്ങൾ ഇതുപോലെ തന്നെ CD വർക്കിന് വേണ്ടിയിട്ട് എലൈറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഗുരുവായൂർ ഇരിക്കുമ്പോൾ
ഞങ്ങളൊരു 8-9 പേരുണ്ട്, ദിലീപേട്ടൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ കയറാൻ പോകുമ്പോൾ പുള്ളി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് മാറിക്കളയും. അവിടെ എത്തുമ്പോൾ സോമരാജ് എവിടെ നോക്കുമ്പോൾ സോമരാജ് നടന്നു തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ പേടിയുള്ള ഒരാളാണ്. സോമരാജിനപ്പോൾ ഒരു കൂട്ട് വേണം എഴുതാൻ. പുള്ളിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സിനിമകൾ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നാദർഷിക്ക് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ എഴുത്തവിടം വരെ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ വേറെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, വെൽക്കം ടു കൊടൈക്കനാലൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി രാത്രി ഉറക്കം വന്നാലും, കാരണം അന്ന് CD നമ്മുടെ വീട്ടിൽ അത്ര ഇതല്ലാത്തത് കൊണ്ട് ഇത് സിനിമ കാണാൻ ഒരു അവസരം കിട്ടിയേക്കാണ്. പുള്ളി ഈർക്കിലൊക്കെ ഇങ്ങനെ വെച്ചിരുന്നു സിനിമ കാണും. രാത്രി ഒന്നും ഉറങ്ങൂല, കിടന്ന് ഉറക്കം വന്നിരുന്നത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ണും തെളിച്ചിരിക്കും. പുള്ളിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ രാത്രി കഞ്ഞിയും കിട്ടും, നമുക്ക് ചമ്മന്തിയൊക്കെ കിട്ടും അവിടെ തന്നെയാണ്. അപ്പോൾ ഗിരി എന്നും പറഞ്ഞൊരു പണിക്കാരനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ്റെ എൻട്രിയാണ്. അത് മുഖ്യമന്ത്രിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയി പരിചയപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഹരിശ്രീ യൂസഫ് ഉണ്ടായിരുന്നു, പിന്നെ പക്രു ഉണ്ടായിരുന്നു, അനീഷ് കുര്യന്നൂർ. അപ്പോൾ VSൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ EK നായനാരിൻ്റെ ട്രൂപ്പാണ്, ഞാൻ TV ഹലോ ആരാ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ അനുകരിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു താൻ നായനാരുടെ ട്രൂപ്പ്, ഇയാളോ? അപ്പോൾ പിണറായി വിജയൻ്റെ ട്രൂപ്പ് ചെയ്യുന്ന ഒരാളാണ് അനീഷ് കുര്യന്നൂർ. പിണറായി, ഓക്കെ. അപ്പോൾ തന്നെ ഹരിശ്രീ യൂസഫ് വന്ന്, ഞാനാണ് VSൻ്റെ ഡൂപ്പ് ചെയ്യുന്ന ആൾ. താൻ എൻ്റെ ഡൂപ്പാണല്ലേ? അപ്പോൾ തന്നെ പക്രുവിനെ നോക്കിയിട്ട് പറഞ്ഞു, താൻ ആരുടെ ഡൂപ്പാണ്? തൻ്റെ ഷേപ്പിൽ ഒരു രാഷ്ട്രീയ നേതാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ തന്നെ ഡൂപ്പാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവരൊക്കെ വരും, അങ്ങനെ പോകാറുണ്ട്. സോമരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടിവേലുവിന് ഒരു 5 അടി ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു ലുക്കാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ എപ്പോഴും കളിയാക്കാറുള്ള ഒരാളാണ് സ്വന്തമായിട്ട്, ശ്രീനിയേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ. ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിക്ക് വെടികൊണ്ട പോലെയാണ്, ഇങ്ങനത്തെ ശബ്ദമാണ്. പുള്ളി മണ്ടൂസ് എന്ന് പറയുന്ന ചിത്രകഥ എഴുതുന്ന ഒരാളാണ്. ടോംസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബോബന് മോൾ എഴുതിയിട്ടുണ്ട്. മംഗളത്തിലെ ഉദ്യോഗസ്ഥനാണ്, ജോലിക്കാരനാണ്, അവിടെ എഴുതുന്ന ഒരാളാണ്. നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് സോമരാജിൻ്റെ പരിപാടി എന്താണെന്ന് നമുക്കറിയില്ല. ഈ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മുണ്ടും കുത്തി നിന്നിട്ട് ഫ്രണ്ടിലെ തൂണിൽ പോയി ചാരിയേക്കുക, ലുങ്കി ഉടുക്കുള്ളൂ. ലുങ്കി ഉടുക്കണമെന്ന് പറഞ്ഞാൽ ഉടുത്തത് ഇവിടം വരെ എത്തി കുത്തും, ഷർട്ടും ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളിക്ക് അവിടുത്തെ ഒരു കാര്യങ്ങളറിയില്ല, ആരൊക്കെ VIPs വരുന്നു. അപ്പോൾ VS വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിൽക്കുക. VS ഇങ്ങനെ നോക്കി, ഒരു ഷേപ്പില്ലാത്തൊരു മനുഷ്യനിങ്ങനെ നിൽക്കുക. പുള്ളി ഇങ്ങനെ നോക്കും. പുള്ളി ഇത് ആരൊക്കെയാണ് മന്ത്രിമാരെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ആളാണ്, ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലൈൻ്റായിട്ട് അവിടെ പറഞ്ഞു, അവിടുത്തെ സെക്രട്ടറി അടുത്ത് പറഞ്ഞു, ഈ പുള്ളിയെടുത്ത് ദിലീപേട്ടനെ വിളിച്ച് പറഞ്ഞു, ഈ പുള്ളിയെടുത്ത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ലുങ്കിയെ കൊടുത്ത് നിൽക്കുമ്പോൾ കയ്യിൽ ഇഷ്ടിയെ പിടിച്ചിട്ട് നിൽക്കാൻ പറ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരനാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, ഇതൊരു പാലസിലേക്ക് വന്ന വഴിക്കിന് വാതിക്കെ തന്നെ ഇങ്ങനത്തെ ഒരു രൂപം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒന്ന് പാൻറ്റ് ഷർട്ട് വൃത്തിയായിട്ട് നിൽക്കാൻ പറ. അപ്പോൾ ഇത് സോമരാജൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. സോമരാജന് വിഷമമായി, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ, നമ്മൾ അത് നിന്നതിൽ കുഴപ്പമില്ല, അത് വീഡിയോ വലിക്കും ഓടി നിന്നിട്ട്. മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോഴാണ് ഒരാൾ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഇതെന്താണ് അദ്ദേഹം പറഞ്ഞതൊരു വാക്കുണ്ട്, സ്വർണ്ണക്കൊടി മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന തൊരപ്പനോ എന്നൊക്കെ ചോദിച്ചു പുള്ളി. കാരണം അത്രയും നല്ലൊരു പാലസിൽ ഈ പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത്. പുള്ളിയെടുത്ത് പറഞ്ഞ് ഇനി അങ്ങനെ നിൽക്കരുതെന്ന് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നന്ന വൃത്തിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പാൻറ്റും ഷർട്ടും ഇട്ട് കോവാടീസ് ചെരുപ്പാണ് അന്നത്തെ, ഇതിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഫുൾ സ്ലീവ് ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുക. അത് ഇതിനേലും വൃത്തികേടായിരുന്നു. ഈ പുള്ളി ഫുൾ ഇതിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ ചോദിച്ചു, ഇയാൾ എന്തായി കാണിക്കുന്നത്, ഇയാൾ എന്തിനാ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം, അയാളെ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഇവരെ ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഗിരി എന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ പൊതുവേ ഈ ആലുവ പാലസ് അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ വേനൽക്കാല വസതി എന്നാണ്. അവിടെ അനിയമ്പാവ ചേട്ടമ്പാവ കുറേ പടങ്ങൾ, പിന്നെ പടങ്ങൾ നിർത്തി, കാരണം ഈ രാഷ്ട്രീയ ഗസ്റ്റുകൾ വരുന്ന കാരണം അത് നിർത്തി. അപ്പോൾ ഗിരിക്ക് ഇത് കംപ്ലൈൻ്റ് ആയി തുടങ്ങി. അവിടുത്തെ ഒരു പൂച്ചക്കണ്ണുള്ള ഗിരിയാണ്, ഇത് ഒഴിവാക്കണം. അപ്പോൾ ഈ പഴയ വസതി, ഈ പഴയൊരു വേനൽക്കാല വസതി ആയതുകൊണ്ട് പുള്ളി പ്രേതകഥകൾ പറഞ്ഞു തുടങ്ങി. ഈ സോമരാജിന് പേടിയുണ്ട്. അപ്പോൾ പറഞ്ഞു, പഴയ അന്തർജനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് പറയണമെന്ന് പറയുമ്പോൾ സോമരാജ്, ആണോ അവർ വരുമോ? അപ്പോൾ ടീനി ഇന്ന് വേണ്ട എൻ്റെ കൂടെ കിടക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, ആ കിടക്കാം, കുഴപ്പമില്ല. ഇത് ഉദ്ദേശം ഇവർക്ക് ഒഴിവാക്കാമെന്നുള്ളതാണ്, എനിക്കും അറിയില്ല ഇത്. അപ്പം ഞാനൊരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ 9 മണിയായപ്പോൾ പുള്ളി ഉറക്കം വരുന്ന സമയത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചേക്കാം, അവിടെ നിന്ന് വീട്ടിലേക്ക് ലാൻഡ് ഫോണിൽ വിളിച്ചേക്കാം, ടീനി വേമോ എനിക്ക് പേടിയാവുന്നു, ഇവിടെ എന്താ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ 2 മണിയായി ഓർക്കണം കേട്ടോ രാത്രി. ഞാൻ പതുക്കെ ബൈക്കായിട്ട് ചെന്ന് ഈ ആലുവ പാലസ് പതുക്കെ നോക്കുമ്പോൾ ഗിരി അവിടെ നിന്നിട്ട് ഈ അവിടുത്തെ എയർ ഫ്രഷ്നറിൻ്റെ ടിന്ന്, പൗഡർ ടിന്നൊക്കെ ഇങ്ങനെ ഇടുക. അതായത് പുള്ളി താമസിക്കുന്ന റൂമിൻ്റെ പതുക്കെ കടങ്കടങ്കടങ്കടങ്കടങ്കടങ്കടങ്കട ഗിരി ഇങ്ങനെ നോക്കും. ആരാ? സോമരാജിൻ്റെ ഒച്ചയൊക്കെ അവിടെ നിന്ന്, പന്നിക്ക് വെടികൊണ്ട സൗണ്ടെന്ന് പറഞ്ഞില്ലേ,
അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഗിരിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇയാളെ ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ട് പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാണ്. ഇടക്കിടക്ക് കടങ്ങടങ്ങടങ്ങടങ്ങടങ്ങടങ്ങട ഇങ്ങനെ ഒച്ചയായിട്ടോണ്ടിരിക്കും. ഞാൻ പതുക്കെ ചെന്നപ്പോഴേക്കും ഗിരി നോക്കി എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഗിരി എടുത്ത് വെച്ചെന്താന്ന്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സോമരാജ് പറഞ്ഞു, ഇവിടെ പ്രേതം ഉണ്ട് ഇനി ഉറപ്പാ, ഒച്ചയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു ആ ഗിരി കിടന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടൊന്ന് കൂടെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 4 മണിയായപ്പോഴേക്കും സോമരാജ് ഒരു ഒച്ച അങ്ങോട്ട് തുടങ്ങി. പ്രേതം പോകുന്നു പറഞ്ഞ് കടവുണ്ട് അവിടെ. ഞാൻ നോക്കിയപ്പോൾ വെള്ളം വെള്ളിട്ടൊരു പെണ്ണ് ഒരു ബക്കറ്റൊക്കെ ഇട്ട് പോണ്. അവിടെ കാലത്ത് കടവിൽ അലക്കാൻ തന്നെ പെണ്ണാണ്. ഇയാൾ പ്രേതമാണെന്നും പറഞ്ഞിട്ട് ബഹളം തുടങ്ങി. അവരും പേടിച്ച് പ്രേതം എന്നും പറഞ്ഞു ഒച്ചയായി. ചുരുക്കി പറഞ്ഞാൽ സോമരാജന് കുറേ സിനിമകൾ കണ്ടെന്നല്ലാണ്ട് ഈ ഉണക്കച്ചമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എഴുതി തീർക്കാൻ സാധിച്ചില്ല. പുള്ളി ഇതിനെ പിടിക്കാതെ മണിച്ചിത്രത്താഴിലെ പോലെ ഇതിൻ്റെ പിന്നാലെ അവിടെ പ്രേതമുണ്ട് ഇവിടെ പ്രേതമുണ്ട് ഇത് എഴുത്ത് നടക്കുന്നില്ല. അതോടുകൂടിയാണ് നമ്മൾ അവിടെ നിന്നുള്ളൊരു, എനിക്കൊന്ന് സോമരാജ് പിന്നെ എഴുതണമെങ്കിൽ ഇപ്പോൾ പല സിനിമാക്കാരും പറയാറുണ്ട് എനിക്ക് ആലുവ പാലസ് വേണമെന്നൊക്കെ പറയുന്ന പോലെ. ആലുവ പാലസ് എന്ന് കേട്ടപ്പോൾ തന്നെ പ്രേതം ഉറക്കത്തിൽ ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രേതം പറഞ്ഞ് ഒച്ച ഉണ്ടാക്കാറുണ്ട്. സോമരാജൻ്റെ അടുത്ത ഒരു ശരിക്കും ഭയങ്കര എനിക്ക് അടുപ്പുള്ള ഒരാളാണ്. എനിക്ക് സോമരാജനെ കണ്ടാൽ ഞാൻ വെറുതെ നോക്കിയിരുന്നിരിക്കും, അത്രക്ക് കോമഡികളാണ്. നമ്മളിപ്പോൾ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോഡി ഷേമിങ് ആയി മാറും. പുള്ളി എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം പുള്ളി ഇരുണ്ട നിറത്തിലുള്ളവരാണ്. ഇനി ഞാൻ ടാറ്റു അടിക്കാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ പുറത്ത് ആർക്കും കാണാൻ പറ്റത്തില്ല, എൻ്റെ നിറം ഇതല്ലേ. അപ്പം പിന്നെ എങ്ങനെ കാണും, വൈറ്റ് സിമെൻറ്റ് കൊണ്ടാണ് ഞാൻ ടാറ്റു അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സ്വയമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രൂപ്പിൽ കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അത് ഭയങ്കര രസകരമായ കാര്യമാണ്. കൊച്ചിൻ ഗിന്നസിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവനിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയതാണ്. അവിടെ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് കലാഭവമണിയാണ്. മണിച്ചേട്ടൻ വന്നിട്ട് നീ എന്തൊട്ടൊക്കെ കാണിക്കണേ ചോദിച്ചു. ഞാൻ പറഞ്ഞ സിനിമാ താരങ്ങളെയാണ് അനുകരിക്കുന്നത്. ഞാൻ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിച്ച് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നീ സ്റ്റാർസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ആവശ്യം സ്ട്രിങ്സ് വായിക്കണവരെയാ, വയലിൻ വായിക്കണം. എനിക്കാണെങ്കിൽ വയലിനോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നിന്നെ മാറ്റാൻ എനിക്കിഷ്ടമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരാളുടെ അടുത്തേക്ക് നിന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ എന്നെ ആ ട്രൂപ്പിൽ നിലനിർത്തുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. മണിച്ചേട്ടൻ എപ്പോഴും സിനിമയിലൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ ആളാണ് KS പ്രസാദ്. KS പ്രസാദ് എൻ്റെ സ്റ്റാർസൊക്കെ കണ്ടിട്ട് തിനി കൊള്ളാം, മമ്മൂട്ടിയെ കാണിച്ചേ, ഇതാ വച്ചൻ കാണിച്ചേ, അമരീഷ് പുരിയെ കാണിച്ചേ, എല്ലാം ചെയ്തിട്ട് എൻ്റെ നമ്പർ എഴുതി വെച്ച്. എന്നിട്ട് കലാഭവനിൽ ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. ഞാനന്ന് വളരെ വിഷമിച്ചാൽ പോയത്, കാരണം കലാഭവനിൽ എൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു ട്രൂപ്പ് KS പ്രസാദ് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് വിളിച്ചു, അതിനുവേണ്ടി നമ്പർ എഴുതിയിരുന്നത്. അപ്പോൾ ഈ കലാഭവൻ ഇപ്പോഴും നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളാണ് KS പ്രസാദ്. പക്ഷെ ഗിന്നസ് എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ അവിടെ ഈ കലാഭവമണിയും ഈ കോട്ടയം സോമരാജും ഞാനൊക്കെ എത്തി എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഗിന്നസിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ മണിച്ചേട്ടൻ സല്ലാപം അഭിനയിച്ച് വന്നിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് ഒരു മാറ്റഡോറിൻ്റെ ഇതിലാണ് ഇരിക്കുന്നത്. മണിച്ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്, സോമരാജും ഫ്രണ്ടിലിരിപ്പുണ്ട്. അപ്പോൾ ചാലക്കുടിയിലൊരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും സല്ലാപം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി വന്നിട്ടിരിക്കുക. അപ്പം മണീനെ കണ്ട ഉടനെ 1-2 പേര് ടോപ്പായിട്ടുണ്ടാന്ന് പറഞ്ഞ് വണ്ടി അങ്ങോട്ട് നീങ്ങിയപ്പോൾ പറഞ്ഞ് സോമരാജ് ചോദിച്ചു ഇനി കോപ്പായി എന്നാണോ പറഞ്ഞത്, ദൈവത്തിനറിയാം സത്യമാണോ? അപ്പോൾ മണി പറഞ്ഞു പോടാ അവിടെ നിന്ന് പറഞ്ഞ്. പക്ഷെ അതോടുകൂടി പിന്നെ മണി അങ്ങ് അടിച്ച് കയറുമായിരുന്നു സല്ലാപത്തിൽ അഭിനയിച്ച്. എങ്കിലും നമ്മുടെ ട്രൂപ്പിൽ പരിപാടിക്ക് വരുമായിരുന്നു. ഈ സ്പീക്കർ പൊക്കും അങ്ങനത്തെ ആരോഗ്യമുള്ള പരിപാടികളൊക്കെ ചെയ്ത് മണിച്ചേട്ടനായിരുന്നു. സിനിമാ നടനാണെങ്കിലും പുള്ളി അതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഇതുപോലെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ട്രൂപ്പിൻ്റെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ ഉണ്ട്. ഗിന്നസിൻ്റെ ഓഫീസ് ഒരു വീടാണ്, അത് നോർത്ത് കലാപൻ്റെ ഒക്കെ വഴി പോയിട്ട് അങ്ങ് പുല്ലേപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെല്ലാവരും ഒരു കാർപ്പറ്റിൻ്റെ മുകളിൽ പായ വിരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങുമ്പോൾ രാത്രി ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുറത്ത് നൈറ്റ് ഇട്ടിട്ടൊരു പെണ്ണ് നിൽക്കുക. ഞാൻ ഇങ്ങനെ നോക്കി, ഒന്നും കൂടി നോക്കിയപ്പോൾ നൈറ്റ് ഇട്ടിട്ട് മൂത്രം ഒഴിക്കണം, നിന്ന് മൂത്രം ഒഴിക്കുക. ഞാൻ നോക്കിയപ്പോൾ ഈ കോട്ടയം സോമരാജ പുള്ളി കൊതുകടിയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ നൈറ്റ് ഇട്ടിട്ട് മടക്കി കുത്തി നിന്നിട്ട് മൂത്രം ഒഴിക്കണം വഴി നിന്നിട്ട്. അതൊരു ഭീകര രൂപം നിന്നിട്ട്. അപ്പോൾ സോമരാജ് പറഞ്ഞു വേറൊന്നും കണ്ടല്ല, കൊതുകിൻ്റെ കടിയും കൊള്ളത്തില്ല, പിന്നെ മൂത്രം ഒഴിക്കണമെങ്കിൽ വേറെ ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞു. കാരണം സുഖമാണല്ലോ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതാണ് ഈ കോട്ടയം സോമരാജ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഈ കൊച്ചിൻ ഗിന്നസിൽ കളിക്കുമ്പോൾ തന്നെ കോട്ടയത്തു നിന്നൊരു ട്രൂപ്പിൽ എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. കോട്ടയം നസീറിൻ്റെ ട്രൂപ്പായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കക്ഷികൾ ഇവരൊക്കെ തന്നെയായിരുന്നു. അതായത് കോട്ടയം സോമരാജ്, കോട്ടയംകാര കംപ്ലീറ്റ്, പക്രു, അവരെയൊക്കെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഓണക്കാലം വരുമ്പോൾ നമുക്ക് മാക്സിമം 2 പ്രോഗ്രാമൊക്കെ ചെയ്ത് എനിക്ക് പരിചയമുള്ളൂ. ഇവർ 5 പ്രോഗ്രാമൊക്കെ പിടിക്കുന്നത്. അന്നുണ്ടായിരുന്നത് പക്രു, ഈ സംക്രാന്തി നസീർ എന്ന് പറഞ്ഞ് നമുക്ക് പരിചയമുള്ള ഇപ്പോഴത്തെ പ്രശസ്ത ഹാസ്യതാരം, കോട്ടയം സോമരാജ്, ഇവരൊക്കെയാണ്. അപ്പോൾ എന്നെ കൊച്ചിക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു വരവൻ, അത് ബ്ലാസ്റ്റേഴ്സിലൊക്കെ ഫോറിന്ന് ആൾക്കാരെ കളിക്കാരെ ഇറക്കണ പോലെ എന്നെ ഇറക്കിയേക്കാണ്. കൊച്ചിൻ ടിനി ടോം എന്നാണ് സ്റ്റേജിലൊക്കെ അനൗൺസ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അവിടെ നിന്ന് അടുത്ത പരിപാടി 5 പരിപാടിയാണ് ഓണത്തിന് വൈകിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 5 മണി, ഒരു വൈകിട്ട് ഒരു 5 മണി മുതൽ തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ ഓട്ടമാണ്. 1 മണിക്കൂർ പ്രോഗ്രാമാണ് പിടിച്ചിരിക്കുന്നത്. സോമരാജാണ് 2 പരിപാടി പിടിച്ചേക്കുന്നത്. സോമരാജിൻ്റെ കൂടെ പരിപാടിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് പുള്ളി അനൗൺസ് ചെയ്യാണ്, വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൊച്ചിട്ടോ എന്ന് പറഞ്ഞപ്പോൾ സംക്രാന്തി നസർ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു വെച്ച്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഇത്തിരി നേരം അവിടെ കിടന്ന് വേർക്കട്ടെ എന്ന് പറഞ്ഞു, ടിനീട്ടോമേ കൊച്ചിൻ ടിനീട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ സ്റ്റേജിൽ ചെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഫുഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു ബ്രെഡ് മാത്രം കൊണ്ടുവന്ന് കഴിച്ചോ ആവശ്യം വെറുതെ ബ്രെഡ്, ഒരു വെള്ളം പോലും ഇല്ല, ഒരു ബ്രെഡ് തന്നിട്ട് അവിടെ അങ്ങനെയാണെന്നാണ് പറയണത്. അപ്പോൾ സോമരാജ് പറഞ്ഞത് ബ്രെഡൊക്കെ ഇവിടുത്തെ പ്രധാന ഭക്ഷണമാണ് കഴിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു ഗ്രേവി പോലും ഇല്ലാണ്ട് നമ്മൾ അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കളിച്ചൊരു ദിവസം. 5 പ്രോഗ്രാം ചെയ്തു. അതുകൂടി ഞാൻ നിർത്തി പരിപാടി. കാരണം കോട്ടയം സോമരാജിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് പരിപാടി പിടിച്ചേക്കണമെന്ന് അറിയില്ല. ലോറിയിലൊക്കെയാണ് സ്റ്റേജ്. ഒരു പോത്തിന് ലോൺ കൊടുക്കുന്ന പരിപാടിക്ക് എന്നെ കൊണ്ടുപോയേക്കാം. നോക്കിയപ്പോൾ പോത്തുകൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്തുകളുടെ ലോൺ കൊടുക്കുന്ന ദിവസം കുറച്ച് അതിൻ്റെ ഓണർമാരും വന്നിട്ടുണ്ടാവും. ഇവിടെ എന്താ പരിപാടി ചെയ്യണ്ടേ, ചെയ്താൽ കാശ് കിട്ടുമെന്ന്. ഏത് പ്രോഗ്രാമൊന്നും നോക്കില്ല. സോമരാജ് ഇതുപോലെ രസകരങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിരിക്കാനേ ഉള്ളൂ. ഈ കാസറ്റൊക്കെ എഴുതാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പുള്ളിനെ കാണൂല, കുറേ മണ്ടൂസ് വെച്ചിട്ട് പോവും. പുള്ളി എഴുതിയ മണ്ടൂസായിരിക്കും. ആവശ്യത്തിനുള്ള കോമഡി എടുത്തിട്ട് ബാക്കി തിരിച്ചു വന്നേരി എന്ന് പറഞ്ഞ് പോവും, അടുത്ത പരിപാടിക്ക് പോവും. അങ്ങനെ ഓടി നടക്കുന്ന ആൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥാപ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വി ഡി രാജപ്പൻ്റെയൊക്കെ ഒരുപാട് കഥാപ്രസംഗങ്ങൾ എഴുതിയിട്ടുള്ളത്, അമിട്ടെന്നുള്ളതൊക്കെ എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ്. എന്തായാലും കോട്ടയം സോമരാജ് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കുള്ളിൽ ചിരി വരും. ഇപ്പോഴും ആലുവ പാലസ് സജീവമാണ്. പ്രത്യേകിച്ച് ഈ ശിവരാത്രിയൊക്കെ വരുമ്പോൾ അവിടെ നിന്നിട്ട് മണപ്പുറം കാണുന്നതും മണപ്പുറത്ത് നിന്നിട്ട് ഈ പാലസ് കാണുന്നതും ഭയങ്കര ഭംഗിയാണ്. അവിടെ പ്രേതശല്യം ഉണ്ടെന്നും പറഞ്ഞ് അവിടെ ജോലി ചെയ്തിരുന്ന ഗിരി അവിടെ നിന്ന് പ്രൊമോഷനായിപ്പോയി. അവിടെ വർക്ക് ചെയ്തിരുന്ന പലരും, അതായത് ഇന്ന് ദിലീപേട്ടൻ സ്റ്റാറായി മാറി, നാദർശിക്കയുമായി എത്തി. നമ്മളെല്ലാവരും അവരവരുടെ മേഖലയിൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. പക്ഷേ ആലുവ പാലസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെയാണ്. അപ്പോൾ ആലുവ പാലസ് അത് ഇന്നും നമ്മുടെ ഓർമ്മകളിലൊരു കൊട്ടാരമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആ കൊട്ടാരത്തിൽ പണിയെടുത്തിട്ടുള്ളവരെല്ലാവരും അത്യാവശ്യം ഒരു ചെറിയ കൊട്ടാരമെങ്കിലും വെച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്.